പുസ്തകങ്ങളെ അല്ലെങ്കിൽ പഴയ മാസികകളുടെ വലിയ ഒരു ഭണ്ഡാരമാണിതെന്നറിയാം, അല്ലെങ്കിൽ ഒരു കേന്ദ്രമാണെന്നറിയാം. പക്ഷെ വേണ്ടത് കിട്ടുന്നില്ല. ഇത് ശരിക്കും വേറെ വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ പോകുമ്പം ഇത്തരം സ്ഥാപനങ്ങൾ എത്ര മനോഹരമായിട്ടും എത്ര ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുമാണ് അവർ കീപ്പ് ചെയ്തിരിക്കുന്നത് നമ്മൾ കാണാറ്. ഞങ്ങൾ ഇവിടുത്തെ ലൈബ്രറി സെക്രട്ടറിയും ലൈബ്രറി മെമ്പേഴ്സുമായിട്ടൊക്കെ സംസാരിക്കുകയുണ്ടായി. വർഷങ്ങൾക്ക് മുമ്പ് MG യൂണിവേഴ്സിറ്റികളിൽ നിന്നും പല യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള കുട്ടികൾ റിസർച്ചിന് വരെ വന്ന് താമസിച്ച് തിരുവനന്തപുരത്ത് താമസിച്ച് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ലൈബ്രറിയാണ് ഇതെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇദ്ദേഹം ഒരു ചെറുപ്പക്കാരനായിരുന്നപ്പോഴത്തേക്കും കാൽനടയായി പോയാണ് പുസ്തകങ്ങൾ ശേഖരിച്ചുകൊണ്ടാണ് ഈ ലൈബ്രറി തുടങ്ങിയത്. ബീന കണ്ട ലോകം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഒരു വായനശാല എന്ന് പറയുമ്പോൾ വായിക്കുന്നവർക്ക് പ്രത്യേക തരത്തിലുള്ള അനുഭവമാണുള്ളത്. എൻ്റെ ജീവിതത്തിലെ അത്തരമൊരു പ്രധാനപ്പെട്ട സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. തിരുവനന്തപുരത്തെ വഞ്ചിയൂരിലുള്ള ശ്രീ ചിത്ര തിരുനാൾ വായനശാലയിലാണ്. കുട്ടിക്കാലം മുതൽ ജനിച്ചു വളർന്ന നഗരത്തിലെ വായനശാലകൾ വായിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് ഏറെ പ്രിയങ്കരായിരുന്നു. ഇവിടെ പുസ്തകങ്ങൾ, ഇവിടെ അരങ്ങേറുന്ന നാടകങ്ങൾ, ഇവിടുത്തെ ചർച്ചകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ജീവിതത്തിലുടനീളം സജീവമായ ഒരു സ്ഥലമായിരുന്നു ഇത്. എന്നാൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇങ്ങോട്ട് കയറി വരുമ്പോൾ വലിയ സങ്കടം തോന്നും. പുസ്തകങ്ങൾ നന്നായി സൂക്ഷിക്കുന്നില്ല, പൊടിയടിച്ച് കിടക്കുന്നു, ഏത് പുസ്തകം എവിടെ തിരഞ്ഞാൽ കിട്ടും എന്നറിയില്ല. അങ്ങനെ പിന്നെ വരാതായി. എങ്കിലും ജീവിതത്തിൽ ചെയ്ത പ്രധാനപ്പെട്ട 2 വർക്കുകൾ, കെ ബാലകൃഷ്ണനും കൗമുദി വാരികയും മലയാള പത്രപ്രവർത്തനം നൽകിയ സംഭാവനകളെക്കുറിച്ചുള്ള ഒരു തീസീസ്, അത് കഴിഞ്ഞ് മലയാള പത്രപ്രവർത്തന രംഗത്തെ സ്ത്രീകളെക്കുറിച്ചുള്ള കണ്ടെത്തലിന് വേണ്ടിയിട്ടുള്ള ഒരു പഠനം, ഇതിനൊക്കെ വേണ്ടി ഞാൻ വീണ്ടും ഇവിടെ വരികയുണ്ടായി. അപ്പോഴും പുസ്തകങ്ങളുണ്ട്, പക്ഷെ എവിടെയാണെന്ന് അറിയില്ല. പുസ്തകങ്ങളെ അല്ലെങ്കിൽ പഴയ മാസികകളുടെ വലിയ ഒരു ഭണ്ഡാരമാണിതെന്നറിയാം, അല്ലെങ്കിൽ ഒരു കേന്ദ്രമാണെന്നറിയാം. പക്ഷെ വേണ്ടത് കിട്ടുന്നില്ല. അങ്ങനെ ഉണ്ടായ ഒരു സാഹചര്യത്തിൽ പെട്ടെന്നാണ് അറിഞ്ഞത് ശ്രീ ചിത്ര തിരുനാൾ ഗ്രന്ഥശാല നവീകരിക്കപ്പെടുന്നു. കുട്ടികളാണ് ഈ പുസ്തകങ്ങൾ വൃത്തിയാക്കുന്നത് അല്ലെങ്കിൽ വൃത്തിയായി സൂക്ഷിക്കാൻ സഹായിക്കുന്നതെന്നും കേട്ടു. എല്ലാ ഞായറാഴ്ചകളിലും ഇവിടെ നടക്കുന്ന ഈ പുനർനവീകരണ പ്രവർത്തനം കാണാനെത്തിയതാണ് ഞാൻ. NCC കേഡറ്റുകളും അവരുടെ ടീച്ചർമാരും യങ് ഇന്ത്യൻസ് എന്ന് പറയുന്ന ഒരു സംഘടനയും അച്യുത് ശങ്കറിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടത്തുന്ന നവീകരണ പ്രവർത്തനങ്ങൾ തിരുവനന്തപുരത്ത് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു വായനശാല സംസ്കാരം പുതിയ തലമുറയുടെ ഇടയിൽ ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. ആ ശ്രമം കാണാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ലൈബ്രറിക്ക് ഒരു പുതിയ ജീവൻ കൊടുക്കുന്നു അച്യുത് ശങ്കർ എന്ന് കേട്ടിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. അല്ല, ഞാനതിലൊരു നല്ല അഭിമാനകരമായ പങ്കാളിയാണ്. ഈ ലൈബ്രറിയുടെ ഡയറക്ടർ ബോർഡ് അതിന് വേണ്ടുന്ന സകല സഹായങ്ങളും എനിക്കൊരു പ്രത്യേകം അതിനുള്ളൊരു അവസരവും തന്നു. അതിന് പുറമെ നമ്മൾ യങ് ഇന്ത്യൻസ് NCC ഇപ്പം കാണാമല്ലോ, നമ്മൾ NCCയിലെ കുട്ടികൾക്ക് എല്ലാം കൂടെ ചെയ്ത് നമ്മുടെ പൊതുസ്വത്തല്ലേ ഇതൊക്കെ ഒരു വളരെ അപൂർവമായ പുസ്തകങ്ങളും അപൂർവമായ താളിയോലകള്, അപൂർവമായ ഓർമ്മകള്, മാസികകള് എല്ലാം ഉണ്ട് ഇവിടെ. നമ്മുടെ സംസ്കാരത്തിന്റെ ഇപ്പൊ നാടക പ്രസ്ഥാനത്തിന്റെ കേരളത്തിന് എനിക്ക് തോന്നുന്നു മലയാള നാടക പ്രസ്ഥാനത്തിന് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇടമാണ്. അങ്ങനെ ഒരു ഇടം ശരിക്കും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വേറൊരു തലത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് അച്യുത് ശങ്കർ എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്? നമ്മുടെ ഈ ഗ്രന്ഥശാല നമ്മുടെ പ്രാദേശിക ചരിത്രത്തിലെ ഒരു സുപ്രധാന അടയാളമാണ്. അപ്പോൾ കാലം മുന്നോട്ട് പോയതോടുകൂടി ഇത്ര അപൂർവ ഗ്രന്ഥങ്ങളും താളിയോലകളും അതുപോലെ നമ്മൾ ഗ്രേ ലിറ്ററേച്ചർ എന്ന് പറയുമല്ലോ, അപൂർവങ്ങളായ മാസികകളുണ്ട്. പ്രാദേശികമായി മാത്രം ഉണ്ടാകാൻ സാധ്യതയുള്ള ചെറിയ പ്രസിദ്ധീകരണങ്ങളുണ്ട്. അവയുടെ എല്ലാം ഒരു അപൂർവ ശേഖരമാണ്. ബീനക്കറിയാം, ബീന ഉപയോഗിച്ചിട്ടുള്ള ആളാണ്, ഞാനും ഉപയോഗിച്ചിട്ടുള്ള ആളാണ്. അതിന് പുറമെ ഇതിൻ്റെ ചരിത്ര പ്രസക്തി, ഇതൊരു 100 വർഷം പിന്നിട്ട ഒരു സ്ഥാപനം, പൊതുസ്ഥാപനം. അപ്പുറത്ത് വീരകേരള ജിങ്കാന, ഇടതുവശത്ത് മഹാത്മാഗാന്ധി വന്ന് പ്രസംഗിച്ച SMV സ്കൂൾ, അത് പിന്നീടാണ് കോടതിയാകുന്നത്. മഹാത്മാഗാന്ധി ഈ ജംഗ്ഷനിലൂടെ നടന്ന്, ഈ കോടതിയിൽ നിന്ന് നടന്ന് അടുത്ത പാറ്റൂർ ജംഗ്ഷൻ, അതിനപ്പുറത്ത് മൂലവിളാകൻ ജംഗ്ഷനിൽ ചെന്ന് അന്തി ഉറങ്ങി. അത്രയൊക്കെ ഉള്ള ചരിത്രം ഇങ്ങനെ ഉറങ്ങുന്ന സ്ഥലമാണ്. ഈ സ്കൂളിൽ ദക്ഷിണ കേരളത്തിലെ ആദ്യത്തെ വിദ്യാർത്ഥി സമരം 1921 നടന്നു.
അതിൽ നിന്ന് അതിലെ മുന്നണി പോരാളികളായിട്ടുള്ളവർക്ക് നാട് വിടേണ്ടി വന്നു. അവർ ഈ ഗ്രന്ഥശാല വായിച്ചാണ് ആവേശം ഉൾക്കൊണ്ടാണ് ആ സമരത്തിന് പുറപ്പെട്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ ഒരാൾ മഹാത്മാഗാന്ധിയുടെ കൂടെ എത്തി. ഡൽഹി ഗാന്ധി എന്നറിയപ്പെടുന്ന ആൾ മഹാത്മാഗാന്ധിയുടെ ആശ്രമത്തിലോട്ടാണ് വഞ്ചൂരിൽ നിന്ന് ഓടിയത്. വേറൊരാൾ വഞ്ചൂരിൽ നിന്ന് നേരെ പോയത് ജപ്പാനിലേക്കാണ്. അദ്ദേഹമാണ് നായർ സാൻ എന്ന് പറഞ്ഞ് അവിടെ പ്രവാസി സർക്കാരിൽ മന്ത്രിയാകുകയൊക്കെ ചെയ്ത്. അപ്പോൾ ശരിക്കും ചരിത്രം ഉറങ്ങുന്ന നമ്മുടെ സമകാലീന ചരിത്രത്തിൻ്റെ വലിയ നമ്മൾ പ്രൗഢമായിട്ടുള്ള അടരുകളുള്ള ഒരു സ്ഥലമാണ്. ഇത് ശരിക്കും വേറെ വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ പോകുമ്പം ഇത്തരം സ്ഥാപനങ്ങൾ എത്ര മനോഹരമായിട്ടും എത്ര ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുമാണ് അവരിത് കീപ്പ് ചെയ്തിരിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ശ്രമത്തിലേക്കാണോ ഇപ്പം ശിവശങ്കർ പോകുന്നത്? തീർച്ചയായിട്ടും. നമ്മൾ ഒരു ഗ്രന്ഥശാല എന്ന് പറഞ്ഞ് ഞാൻ കരുതുന്നു അത് ഹരിതാപമായിരിക്കണം, സന്തോഷഭരിതമായിരിക്കണം, ഒരു സെൽഫി സ്പോട്ടായിരിക്കണം. ഇന്നത്തെ അങ്ങനെയാണെങ്കിൽ പുതിയ തലമുറയെ കൊണ്ടുവരാറുള്ളത്. അപ്പോൾ പുതിയ തലമുറയുടെ ആശയാഭിലാഷങ്ങളും അവരുടെ രീതികൾ മനസ്സിലാക്കിയിട്ട് അതിനോടൊത്ത് സജ്ജമാക്കി ഗ്രന്ഥശാലയെ സജ്ജമാക്കി പുതിയ തലമുറ ഇതിനകത്ത് കൊണ്ടുവരിക. നമ്മുടെ തലമുറയൊക്കെ പുസ്തകങ്ങളെ ഉപയോഗിച്ച് കഴിഞ്ഞു. നമുക്ക് അതിനോട് പ്രത്യേക ഒരു മോട്ടിവേഷൻ്റെ ആവശ്യമില്ല. നമുക്കിത് പൊടിയടച്ച് ലൈബ്രറി ആണെങ്കിലും നമുക്ക് വേറൊന്നും ഇല്ലാതിരുന്നത് കൊണ്ടാണ്. പുതിയ കാലത്ത് അവർക്ക് വേറെ കാര്യങ്ങളുള്ളപ്പോൾ അതിന് ഇതുമായിട്ട് സംയോജിപ്പിക്കണം. അതുമാണ് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ വെറും ഉപയുക്തത മാത്രം നോക്കി രസികരായിട്ട് കാര്യങ്ങൾ അങ്ങ് ചെയ്തതാണ്. ഇപ്പോഴത്തെ തലമുറ അങ്ങനെയല്ല. അവർക്കെല്ലാം ഒരു ആഘോഷമാക്കണം. നമുക്ക് അങ്ങനെ തന്നെ ചെയ്തു കൊടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതനുസരിച്ച് ലൈബ്രറിയെ നല്ല സെൽഫി സ്പോട്ടായിട്ട് മാറ്റുകയും കുട്ടികൾക്ക് വളരെ പ്രൗഢിയോടെ അവിടെ വന്നിരിക്കാൻ സാധിക്കുകയും അവരവിടെ വന്നിരിക്കുന്നത് അവർക്ക് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ സാധിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിൽ ലൈബ്രറിയെ സജ്ജീകരിക്കാനുള്ള ഒരു ശ്രമമാണ്, കൂട്ടായ്മയാണ് യങ് ഇന്ത്യൻസ്, NCC. ഇപ്പം ബീനയും അതിൻ്റെ കൂട്ടാളിയാണെന്ന് എനിക്ക് തോന്നുന്നു. യങ് ഇന്ത്യൻസ് ഒരു നാഷണൽ മൂവ്മെൻ്റ് ആണിത്. റിവൈവിംഗ് ദ റൂട്ട്സ്. ഇന്ത്യയിലെ പല സിറ്റികളിൽ ഇങ്ങനെ ഒരു പ്രോജക്റ്റുകൾ നടക്കുന്നുണ്ട്. അതിലെ ഏറ്റവും ഞങ്ങളുടെ വളരെ ക്ലോസ് ടു ഹാർട്ട്, ഈവൻ ഞങ്ങളുടെ നാഷണൽ ലെവലിൽ പോലും ഞങ്ങൾക്ക് വലിയൊരു അപ്രീസിയേഷൻ കിട്ടിയതാണ് യങ് ഇന്ത്യൻസ് ട്രിവാൻഡ്രം ഇപ്പോൾ ചെയ്യുന്ന ഈ ലൈബ്രറി, ഈ ഒരു പ്രോജക്റ്റ്. ഇത് ഞങ്ങൾ എൻവിസേജ് ചെയ്യുന്നത് ഞങ്ങൾ ഇവിടുത്തെ ലൈബ്രറി സെക്രട്ടറിയും ലൈബ്രറി മെമ്പേഴ്സുമായിട്ടൊക്കെ സംസാരിക്കുകയുണ്ടായി. വർഷങ്ങൾക്ക് മുമ്പ് MG യൂണിവേഴ്സിറ്റികളിൽ നിന്നും പല യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള കുട്ടികൾ റിസർച്ചിന് വരെ വന്ന് താമസിച്ച് തിരുവനന്തപുരത്ത് താമസിച്ച് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ലൈബ്രറിയാണ് ഇതെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതേ അവസ്ഥയിലേക്ക്, അതേ ഒരു ഇതിലേക്ക്, ഈ ഒരു ഫെസിലിറ്റിയിലേക്കും ഇതിനെ എത്തിക്കുക. ഈവൻ ഇപ്പോഴത്തെ റീഓർഗനൈസേഷനും കാറ്റലോഗിങ്ങിനും ഒക്കെ ശേഷം ഇതിനെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും ഓർഗനൈസേഷനുകളുടെ സഹായത്തോടുകൂടി ഇതിനെ ഡിജിറ്റലാക്കി മുമ്പ് പറഞ്ഞ പോലെ ഒരു റിസർച്ച് ഫെലോസിന് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ ഇതിനെ മാറ്റണമെന്നാണ് യങ് ഇന്ത്യൻസ് ഓവറോൾ ഇൻ ഫ്യൂച്ചർ ഞങ്ങൾ എൻവിസേജ് ചെയ്യുന്നത്. അതെ. ഇപ്പൊ ഈ ഇരിക്കുന്ന കുട്ടികൾ ഇവിടെ വരികയും ദിവസം പുസ്തകങ്ങൾ എടുത്ത് കാറ്റലോഗ് ചെയ്യാണ്. അത് അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ ഇതിനകത്ത് കുറെ കുട്ടികളെങ്കിലും പുസ്തകങ്ങളിലേക്ക് ആകൃഷ്ടരാകാൻ ഞാൻ കരുതുന്നു. ഈ കുട്ടികൾക്ക് അവർക്ക് അറിയില്ലെങ്കിലും അവർ ജീവിതത്തിൽ ഇതുപോലൊരു അനുഭവത്തിൽ കൂടി ഇതുവരെ കടന്നുപോയി കാണും. അതായത് ഒരു ദിവസം 100 പുസ്തകങ്ങളെ നോക്കുകയും തൊടുകയും സ്പർശിക്കുകയും ഒരു പക്ഷേ ചിലപ്പോൾ ഒരു ചിന്ത മനസ്സിലേക്ക് പോയെന്ന് വരാം. ഈ പുസ്തകം, ഈ വിഷയം എന്താണ്, ഇത് ആരെഴുതിയതാണ്, ഈ ഇത്രയും പഴക്കമുള്ള പുസ്തകത്തിന്റെ ഈ അക്ഷരത്തിന്റെ ശൈലിക്ക് പ്രത്യേകതകളുണ്ടല്ലോ എന്നൊക്കെ അവരുടെ മനസ്സിൽ കൂടെ ചില ചിന്ത സ്വാഭാവികമായിട്ട് കടന്നുപോയി കാണാം. അപ്പോൾ ആ പുസ്തകങ്ങളെ അവർ സ്പർശിക്കുന്ന അനുഭവം അവർക്കും, ഇതിലെ പല പുസ്തകങ്ങളും മനുഷ്യസ്പർശം ഏൽക്കാതെ ഒരുപക്ഷെ പതിറ്റാണ്ടുകളോളം വരുന്ന പുസ്തകങ്ങളെ സംബന്ധിച്ച് അതിനെ മനുഷ്യസ്പർശം പുസ്തകങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനത് വളരെ ആഹ്ലാദത്തോടെ നോക്കിയതാണ്. ആദ്യമായിട്ടാണോ ഒരു ലൈബ്രറിയിൽ ഇങ്ങനെ പൊതു ലൈബ്രറിയിൽ വരുന്നത്? ഇതിനു മുമ്പ് പോയിട്ടില്ല അല്ലേ? ഇത്രയും വലിയ ലൈബ്രറിയിലൊന്നും പോയിട്ടില്ല. വായിക്കാറുണ്ടോ? പുസ്തകങ്ങളൊക്കെ വായിക്കാറുണ്ടോ? ആരുടെ ഏറ്റവും ഇഷ്ടമുള്ള പുസ്തകങ്ങൾ? റിച്ച് ഡാഡ് പുവർ ഡാഡ്. പിന്നെ മലയാളത്തിൽ ആരെയൊക്കെയാണ് വായിച്ചിട്ടുള്ളത്? മലയാളത്തിൽ ബഷീർ. ഓക്കെ. ഇവിടെ വന്ന് ഈ പുസ്തകങ്ങളൊക്കെ കണ്ടപ്പോൾ പല എഴുത്തുകാരെയും പേരൊക്കെ മനസ്സിലായല്ലേ? പുസ്തകങ്ങൾ കണ്ടപ്പോഴും തൊട്ടപ്പോഴും ഒക്കെ എന്ത് തോന്നി എടുത്തപ്പോഴൊക്കെ? പ്രത്യേക ഒരു ഫീലാണ്. ആണോ? പുസ്തകം വായിക്കണം എന്ന് തോന്നുന്നുണ്ടോ? ഇതുവരെ പുസ്തകം വായിക്കണം എന്ന് തോന്നാത്തൊരു തോന്നൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടോ? എന്താണ് നിങ്ങൾക്ക് ഈ പുസ്തകങ്ങൾ വെച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സന്തോഷകരമായ കാര്യമായിട്ട് തോന്നണുണ്ടോ? നിങ്ങൾ ചെയ്യുന്നതായിട്ട്. ഓക്കെ. ഇങ്ങനെ എന്തൊക്കെയാണ് നിങ്ങൾ ഇവിടെ ചെയ്യുന്നേ? പുസ്തകങ്ങൾ എടുക്കുന്നു, എന്നിട്ട് അതിനെ നിങ്ങൾ എഴുതി വെക്കുക. ഏത് ഷെൽഫിലാണ്? ഏത് പുസ്തകം? ഓക്കെ ഓക്കെ. അപ്പോൾ വലിയ ഒരു ചരിത്രത്തിൽ തന്നെ വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയോ? അതറിയാം. അപ്പം അതിൻ്റെ ഒരു അഭിമാനമുണ്ട്. എന്താ പേരും? മുഹമ്മദ് ആസിഫ്. മുഹമ്മദ് ഷഹാബ്. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ
ഒരു സെലിബ്രേഷൻ, പുതിയ തലമുറയുടെ സ്വഭാവമായ സെലിബ്രേഷൻ നമ്മളുടെ തലമുറയുടെ സ്വഭാവമായ ഗൗരവത്തിൽ നിന്ന് അതെ മാറി അതിനകത്തേക്ക് നമ്മൾ എപ്പോഴും അങ്ങനെ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ അവരിലേക്ക് ചെല്ലാനേ പറ്റും, അവർക്ക് നമ്മളിലേക്ക് വരാൻ പറ്റും. പറ്റില്ല. നമ്മൾ അവരിലേക്ക് ചെല്ലാനുള്ള ഈ ശ്രമം, അതിനെല്ലാം പിന്തുണയുണ്ട്. അത് ഇത് കാണുന്ന നമ്മുടെ എന്താണ് ഈ ഇതിനു കൂടി ഈ പരിപാടി കാണുന്നവർക്കും ഇതിലൊക്കെ പങ്കാളികളാകാൻ വരാം. ഈ പുസ്തകങ്ങൾക്ക് പുറം ചട്ടകൾ നൽകാൻ സഹായിക്കാം അല്ലെ. അതുപോലെ തന്നെ ഇവിടെ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്യാനായി ഞായറാഴ്ചകളിലാണ് ഈ പരിപാടി ഇവിടെ നടക്കുന്നത്. ആർക്ക് വേണോ ഇവിടെ വന്ന് ഇതിൽ പങ്കാളിയാകാം എന്നാണ് അച്ഛൻ ശങ്കർ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് സന്നദ്ധ മനോഭാവമുള്ള ആർക്ക് വേണോ ഇവിടെ വന്ന്. ഒരുപാട് പേർക്ക് നമ്മുടെ ജനറേഷനിൽ ഒരുപാട് സമയമുണ്ട്, നമ്മൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. ആ എക്സ്പീരിയൻസ് ഉള്ള കുറെ പേര് വരികയാണെങ്കിൽ നമുക്ക് തന്നെ ഒരു മാറ്റത്തിന് കാരണമാവും. നമുക്ക് വരുന്നത് തന്നെ ഞാൻ പറയുന്നത് നമ്മളെല്ലാം ഇവിടെ എന്തെങ്കിലും ഒരു പുസ്തകത്തിന്റെ പ്രവർത്തനം മാത്രമല്ല, ഇത്രയും കുട്ടികൾ ഇവിടെ വന്നിരിക്കുന്നു, അവർക്ക് ഒരു നല്ല ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കുക, അവർക്ക് ചായ കുടിക്കുന്ന സമയത്ത് കുറച്ച് അവല് കൊണ്ട് കൊടുക്കുക, അങ്ങനെയൊക്കെ ഉള്ള പ്രവർത്തനത്തിലായിട്ടും ആർക്ക് വേണോ ഇതിനകത്ത് പങ്കാളിയാകാം. നമ്മൾ ഈ ഒരു മഹാപുരുഷന്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇദ്ദേഹം ഒരു ചെറുപ്പക്കാരനായിരുന്നപ്പോഴത്തേക്കും കാൽനടയായി പോയാണ് പുസ്തകങ്ങൾ ശേഖരിച്ചുകൊണ്ടെന്നാണ് ഈ ലൈബ്രറി തുടങ്ങിയത്. അപ്പോൾ അദ്ദേഹത്തിനോട് ചെയ്യാവുന്ന ഏറ്റവും നല്ല ഒരു നമ്മൾ സ്മരണ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുപ്പക്കാരെ ഈ ലൈബ്രറി കൊണ്ടുവരിക, നിറയ്ക്കുക, അവരെ സന്തോഷഭരിതരാക്കുക എന്നുള്ളത്. ഇവിടെ ഈ പിന്നെ ശ്രീചിത്ര ലൈബ്രറിയെ കുറിച്ച് കേൾക്കുമ്പോൾ വെച്ചാൽ സാംസ്കാരികമായും കലാപരമായും ഒരുപാട് ഒരു തലമുറയെ അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിന്റെ കൂടെ നടന്നതാണ്. ഇവിടുത്തെ ഈ നാടക സംഘം അല്ലെങ്കിൽ ഇവിടുത്തെ നാടക പ്രവർത്തനങ്ങൾ മലയാള നാടക വേദിക്ക് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അപ്പൊ പന്നാചാണ്ടി എന്ന് പറയുന്ന ആദ്യത്തെ ഒരു സ്ത്രീ അഭിനയിച്ചത് ഇവിടുത്തെ നാടകത്തിലാണ്. അങ്ങനെ കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിലും കൂടി പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. തീർച്ചയായിട്ടും ഈ ഹാളിൽ തന്നെ ഇരിക്കുന്ന ചിത്രങ്ങള് പലതും വളരെ നാടകരംഗത്ത് പ്രശസ്തരായ TN ഗോപിനാഥൻ നായർ, CA പരമേശ്വരൻ പിള്ള, വളരെ പ്രശസ്തരായ ആൾക്കാരുടെ ചിത്രമായിരിക്കുന്നത്. സ്ത്രീകൾ അഭിനയിച്ചതിൽ പട്ടസരസ്വതിയമ്മ വളരെ പ്രശസ്തമായിട്ടുള്ള. അപ്പോൾ നാടകം, അതുപോലെ ഇവിടുന്ന് ഒരു ശ്രീ ചിത്രാവലി എന്ന് പറഞ്ഞൊരു പ്രസിദ്ധീകരണ പരമ്പര ഉണ്ടായിരുന്നു. അതെല്ലാം നിലച്ചു പോയെങ്കിലും ആ പുറത്തു വന്ന പുസ്തകങ്ങൾ വളരെ പ്രാമാണികമായിട്ടുള്ള പണ്ഡിതോചിതമായ ഗ്രന്ഥങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം പുതിയ തലമുറയിലേക്ക് വിവർത്തനം ചെയ്ത് പ്രവർത്തനങ്ങളായിട്ട് അതിന് തുല്യമായ പ്രവർത്തനങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്കൊരു ഗ്ലോറിഫൈഡ് പാസ്റ്റ് ഉണ്ടായിരുന്നു, അതിൽ കുറെ ലെജൻഡറി ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഈ പിള്ളേരോട് ഒരു കാര്യമില്ല. അല്ല, അതിൽ പ്രത്യേക ഗുണം എന്ന് വെച്ചാൽ അത് അവർ കേൾക്കൂല. നമുക്ക് പറയാം, അവർ കേൾക്കൂല. അപ്പൊ അവർക്ക് അവരുടെ ലോകത്തിന്റെ പ്രസക്തമായിട്ടുള്ള കാര്യത്തിൽ അവരല്ലേ ഇനി നാളത്തെ ലോകം വരയ്ക്കാൻ പോകും. അവർക്ക് പ്രസക്തമായിട്ടുള്ള രീതിയിൽ ഈ ലൈബ്രറിയുമായിട്ട് ബന്ധപ്പെടുത്താനായിട്ട് ശ്രമിച്ചാൽ ഒരുപക്ഷെ അവര് പഴമയും പുതുമയും കൂടെ നോക്കിയെന്ന് വരാം. ഏതായാലും നമുക്ക് അത്ര ഒരു വലിയ നല്ല ഒരു നാളെ ഈ ലൈബ്രറിയിലേക്ക് സ്വപ്നം കാണാം. താങ്ക് യു ബീന. താങ്ക് യു.